ഇന്ന് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങി മുട്ട റോസ്റ്റ് ഇടിയപ്പവും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നത്തെ ഡേ ഓഫ് മുട്ടയ്ക്ക് വെച്ച് കുറച്ച് പിച്ചാത്തിക്ക് മൂർച്ച വെക്കാനായിട്ട് ഇവിടെ ഒരു കല്ലുണ്ട്. അപ്പോൾ അതിലിങ്ങനെ റാഗിയിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇവിടെ ഫ്രോസൺ ഇടിയപ്പം കിട്ടും. അപ്പോൾ അത് ഫ്രോസൺ എടുത്തിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിക്ക് കയറ്റുവാണ്. സോ അത് ചെയ്യുക. ഡെയിലി ഡിലൈറ്റിൻ്റെ ഇടിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം. ജസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പീരയും കൂടെ ആഡ് ചെയ്ത് ആവി കയറ്റുക. നമ്മളുണ്ടാക്കിയ പോലെ ഇത്രയും സോഫ്റ്റ് ആവില്ല. പിന്നെ കുറച്ച് ഫ്രോസൺ തേങ്ങ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും. ചിരണ്ടൊന്നും വേണ്ട, രാവിലെ ഈസി പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ആരാ ഇതിലെ കൂടെ നടക്കുന്നതെന്ന് നോക്കിക്കേ. ആരാ ഇതിൽ നടക്കുന്നേ? ബ്ലൂവി. ഇതാണ്. ഇത് മുട്ട തിളച്ചുകൊണ്ടിരിക്കണു. അമേരിക്കയിൽ കിട്ടുന്ന ഉള്ളിയുടെ സൈസ് ഉണ്ടോ? നല്ല ഗുണ്ടുള്ളി. പെട്ടെന്ന് ഒരു ഉള്ളിയൊക്കെ എടുത്താൽ മതി. ഒരു ഉള്ളിയുടെ പകുതിയൊക്കെ എടുത്താൽ മതി. ചിലക്ക് നമുക്ക് കറിയൊക്കെ വെക്കാനേ ഈസിയാണ്. അങ്ങനെ ഉള്ളി പൊളിച്ച് അരിഞ്ഞ് തിന്നായിട്ട് അരിഞ്ഞ് ഉള്ളി അരിയുമ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വരും. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള പരിപാടി. ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ടോ? നല്ല വെളുത്തല്ല, നല്ല ഗുണ്ട് വെളുത്തുള്ളി കൂടെ കേട്ടോ. ഉള്ളി അരിഞ്ഞതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് വയ്യ. കണ്ടോ, കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ചത്തോ. കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇടിയപ്പം കണ്ടോ, നല്ല സോഫ്റ്റായി. ഇതെല്ലാം തേങ്ങയെല്ലാം കൂടെ ഇതിൽ ഇടി ചെയ്യാനായിട്ട് പയ്യെ ഒന്ന് മറിച്ചിട്. ഓരോ ഇടിയപ്പം കണ്ടോ, തേങ്ങയെല്ലാം അതിൻ്റെ അകത്ത് സ്പ്രെഡ് ആവാനായിട്ട്. ഇത്രയാണ്. ഈസി പരിപാടിയല്ലേ ഇടിയപ്പം. കുറച്ച് എക്സ്ട്രാ ഫ്രോസൺ വാങ്ങിച്ചാൽ മതി. മുളക് ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്. നീളത്തിൽ കീറി. പിന്നെ അറിയാലോ, ഞങ്ങൾക്ക് മുളക് എരിയൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറേ മുളക് ഇടും. ബ്ലൂ, വാട്ട് ആർ യു ഡൂയിങ്? എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഞങ്ങളുടെ ഉണങ്ങിയ കരിയാപ്പില, പിന്നെ പച്ചമുളക്, ഉള്ളി എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്ത് എന്നിട്ട് ഉപ്പ് ഇട്ട് കുറച്ച് നേരം വഴറ്റും. പിന്നെ തക്കാളി ഞങ്ങൾക്ക് ഫ്രഷ് തക്കാളി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രോസൺ തക്കാളി പണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൃഷി ചെയ്തപ്പോൾ കിട്ടിയ ഫ്രോസൺ തക്കാളി, അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വർഷമല്ലോ അത് എടുത്തിടുക. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഞാൻ ആക്ച്വലി ഇപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയേ ഉള്ളൂ, അത് എടുത്തിടാൻ പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ എഗ് മസാല കാണും, അല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇടും, അത്രയേ ഉള്ളൂ. ഇറച്ചി മസാലയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എഗ് റോസ്റ്റ്. ഇതിപ്പോൾ ചിക്കൻ റോസ്റ്റ് പോലെ ആയി. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വന്ന സാധനങ്ങളില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ച് ഉള്ളത് വെച്ച് ഓണം പോലെ അല്ലേ പൊളിക്കാനായിട്ട് ഈസിയാണ് ഇത്. ഞാൻ തിളച്ച് കഴിഞ്ഞ് കുറച്ച് ആറുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ടു വെള്ളത്തിൻ്റെ അകത്ത്. എന്നിട്ടത് പൊളിച്ച് റെഡി ഫോർ എഗ് റോസ്റ്റ്. കണ്ട, ഈസി ആയിട്ട് പൊളിച്ച് വെച്ചിട്ട് അങ്ങനെ സുന്ദരന്മാരായ മുട്ടകൾ റെഡി. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി. കോമഡി ആയിപ്പോയി. ഞാൻ ഇടിയപ്പം എടുത്ത്
എന്തോ അപ്പച്ചെമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിന് ഉപ്പും ഒന്നും ഇല്ലായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനത് എടുത്ത് മാറ്റി ഉപ്പും ഇച്ചിരി മധുരവും കൂടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കിയതാ. അപ്പോഴത്തേക്ക് അത് പുട്ട് പരുവായി പോയി. ഇടിയപ്പം പുട്ട് പരുവായി. എന്തായാലും കുഴപ്പമില്ല. സോ അങ്ങനെ ഇടിയപ്പവും മുട്ട റോസ്റ്റും കൂടെ തിന്നാണ്. നോക്കട്ടെ രുചിയുണ്ടോ. സൂപ്പർ. മുട്ട റോസ്റ്റ് ഇസ് സോ ഗുഡ്. ഇന്നെന്തോ മുട്ട റോസ്റ്റ് തിന്നാനായിട്ട് ഓരോ ആഗ്രഹം കയറി. അപ്പം അങ്ങനെ ഉണ്ടാക്കി. ഓക്കെ, എന്നാൽ ലെറ്റ് മീ എൻജോയ്. ഇതാണ് എൻ്റെ ചുക്ക് കാപ്പി, മുട്ട റോസ്റ്റ് ആൻഡ് ഇടിയപ്പം. ഇടിയപ്പവും മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്ന് തിന്നുന്ന കാര്യത്തിൽ വിളിച്ചാൽ ഓടി വരും. എന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഇടിയപ്പം പുട്ടായി പോയെന്നേ ഉള്ളൂ.